അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ 76.31% പോളിംഗ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 6.2% വർധനവാണ് ഇക്കുറി പോളിംഗിൽ ഉണ്ടായത്. ആര്യനാട് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ ആര്യനാടാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത്, 78.09%. ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് തൊളിക്കോടാണ്, 74.12%. പൂച്ചൽ പഞ്ചായത്തിൽ 76.28%, വിതിരിയിൽ 75.88%, ഉഴമലക്കലിൽ 75.54%, കുറ്റിച്ചലിൽ 74.29% പേർ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ മുതൽ പെയ്ത കനത്ത മഴയെയും അവഗണിച്ച് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഉച്ചയോടെ 46% പേർ വോട്ട് രേഖപ്പെടുത്തി. 4 മണിയോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം മറികടന്നു. 74 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്ര തകരാർ മൂലം 1 മണിക്കൂറോളം പോളിംഗ് മുടങ്ങി. പിന്നീട് പുതിയ വോട്ടിംഗ് യന്ത്രം എത്തിച്ചാണ് ഇവിടെ പോളിംഗ് പുനരാരംഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDFന് നേരിയ മുൻതൂക്കമെന്ന സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് സർവേ പ്രവചനം. സർവേ ഫലം പീപ്പിൾ TV പുറത്തുവിട്ടു. LDFന് 37.65%, UDFന് 37.25%, BJPക്ക് 12.9% വോട്ടും ലഭിക്കുമെന്നുമാണ് സർവേ. എക്സിറ്റ് പോൾ ഫലം തിങ്കളാഴ്ച പുറത്തുവരും. ജൂൺ 20, 21, 22 തീയതികളിൽ അരുവിക്കര മണ്ഡലത്തിലെ 24 ബൂത്തുകളിലെ 1440 വോട്ടർമാരെ സമീപിച്ച് സെൻട്രൽ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ അഭിപ്രായ സർവേ നേരിയ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി M. വിജയകുമാർ വിജയിക്കുമെന്ന് പ്രവചിക്കുന്നു. വിശദമായിട്ടുള്ള ഒരു ചോദ്യാവലിയുടെ പിൻബലത്താൽ അരുവിക്കരയിലെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കാനാണ് സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് ശ്രമിച്ചത്. വിജയകുമാറിന് 37.65% വോട്ടും, ശബരിനാഥന് 37.25% വോട്ടും, രാജഗോപാലിന് 12.9% വോട്ടും, മറ്റുള്ളവർക്ക് 5.3% വോട്ടും ലഭിക്കുമെന്നാണ് പ്രവചനം. സർവേയിൽ 3% പിശക് വരാൻ സാധ്യതയുണ്ടെന്നും സെൻട്രൽ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വോട്ട് നിർണയത്തിലെ മുഖ്യ പരിഗണന ഇങ്ങനെയാണ്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം 35.8%, വോട്ട് പാർട്ടിക്ക് 32.7%, സർക്കാരിന്റെ വിലയിരുത്തൽ 26.6%, മറ്റു കാരണങ്ങൾ 3.6%. മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ സ്വാധീനിക്കുന്നതായി ബഹുഭൂരിഭാഗം വോട്ടർമാരും പറയുന്നുണ്ട്. സോളാർ കേസ് വോട്ടിങ്ങിനെ ബാധിക്കുമെന്ന് 57.5% പേരും, ബാർ കോഴ കേസ് ബാധിക്കുമെന്ന് 55.6% പേരും, സലീം രാജിന്റെ ഭൂമി കുംഭകോണങ്ങൾ ബാധിച്ചതായി 48.1% വോട്ടർമാരും, പാമോലിൻ കേസ് ബാധിച്ചതായി 43% വോട്ടർമാരും പറയുന്നുണ്ട്. ബാർ കോഴ കേസിൽ സർക്കാർ KM മാണിയെ സംരക്ഷിച്ചതായി 51.8% പറയുന്നു. UDF ഭരണം അഴിമതി നിറഞ്ഞതും കാർഷിക പ്രശ്നങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നതുമാണ്. എന്നാൽ LDF ഭരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ UDF ഭരണം കൂടുതൽ വികസനോന്മുഖമാണെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം. തെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞം പദ്ധതി UDFന് അനുകൂലമാകുമെന്ന് 54.5% വോട്ടർമാർ പറയുന്നു. വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ്. റോഡ് വികസനത്തിലും വൈദ്യുതി ലഭ്യമാക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിൽ പൂർണ്ണ പരാജയം. പ്രചാരണ രംഗത്ത് ഏറ്റവും സ്വാധീനിച്ച നേതാവ് VS അച്യുതാനന്ദനാണ്. VSനെ 19.9% പേരും, ഉമ്മൻചാണ്ടിയെ 10.4% പേരും, O. രാജഗോപാലിനെ 3.4% പേരും പിന്തുണയ്ക്കുമ്പോൾ AK ആന്റണിക്ക് 3% പേരുടെ പിന്തുണ മാത്രമാണ് ലഭ്യമായത്. അരുവിക്കരയിൽ UDFന് അനുകൂലമായി സഹതാപ തരംഗമില്ലെന്ന് 46.8% വോട്ടർമാർ പറയുന്നു. ജാതിമത ചിന്തകൾ ജനത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 57.2% പേർ ഇല്ല എന്നും 33.2% പേർ ഉണ്ട് എന്നും മറുപടി നൽകുന്നു. RSPയുടെ മുന്നണി മാറ്റം വോട്ടിനെ ബാധിക്കുന്നില്ലെന്ന് 51.6% അഭിപ്രായപ്പെട്ടു. ബാലകൃഷ്ണപിള്ളയുടെ മുന്നണി മാറ്റം LDFന് ഗുണം ചെയ്യുമെന്ന് 44.1% പേരും, PC ജോർജിന്റെ മാറ്റം LDFന് ഗുണമാകുമെന്ന് 17.9% പേരും പറയുന്നു. എന്നാൽ ശബരിനാഥ് നല്ല സ്ഥാനാർത്ഥിയാണെന്ന് 42.6%, വിജയകുമാർ നല്ല സ്ഥാനാർത്ഥിയാണെന്ന് 49.1% അഭിപ്രായപ്പെട്ടു. വോട്ടെടുപ്പിന് ശേഷം നടത്തുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് പീപ്പിൾ TVയിലൂടെ സെൻട്രൽ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് പുറത്തുവിടും. ന്യൂസ് ഡെസ്ക്. പോളിംഗ് ശതമാനം അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടലിലാണ് രാഷ്ട്രീയ കേരളം. പ്രതീക്ഷിച്ച അത്ര ഉയർന്ന പോളിംഗ് നിരക്ക് ഉണ്ടാകാത്തത് ഇരുമുന്നണികൾക്കും ഒരേ സമയം ആശങ്കയും ആശ്വാസവും സമ്മാനിച്ചിരിക്കുകയാണ്. പോളിംഗ് 80% കടക്കുമെന്നായിരുന്നു വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷ. രാവിലെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര കണ്ടപ്പോൾ പിറവം ഉപതെരഞ്ഞെടുപ്പിലെ 86% അരുവിക്കര മറികടക്കുമെന്ന് പോലും കരുതി. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴ കണക്കുകൂട്ടലുകളെ തകിടം മറിച്ചു. പോളിംഗ് ശതമാനം താരതമ്യേന കുറഞ്ഞതോടെ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പിലാണ് മുന്നണികൾ. വിജയത്തിന് എത്ര വോട്ട് നേടേണ്ടി വരും എന്നതാണ് നിർണായകമാവുക.
BJPയുടെയും അഴിമതി വിരുദ്ധ മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ട് ഇടത് വലത് മുന്നണികളുടെ ജയാപജയങ്ങൾ നിശ്ചയിക്കും. പോളിംഗ് ശതമാനം 80 കടക്കാതിരുന്നത് ഈ അർത്ഥത്തിൽ സഹായകരമാകുമെന്നാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. BJPയുടെയും ACDFിൻ്റെയും പെട്ടിയിൽ വീഴുന്ന വോട്ടുകളിൽ വലിയൊരു പങ്ക് UDFിൻ്റേതാണെന്ന നിഗമനമാണ് LDFിനുള്ളത്. BJP മുതൽ നോട്ട വരെയുള്ളവർ നേടുന്ന ആകെ വോട്ട് 30,000 കടന്നാൽ 55,000 വോട്ട് പിടിക്കുന്നവർ ജയിക്കും. തങ്ങളുടെ പരമാവധി വോട്ട് പോൾ ചെയ്യിക്കാനായ സാഹചര്യത്തിൽ ഇത് സാധ്യമാണെന്ന് LDF വിലയിരുത്തുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ ഇടതുമുന്നണി 52,000 വോട്ട് നേടിയിരുന്നു. എന്നാൽ UDFിനാണ് പ്രതീക്ഷകളുടെ കണക്കിൽ മുൻതൂക്കം. G. കാർത്തികേയൻ 2011 നേടിയ 56,797 വോട്ട് തന്നെ ഇതിന് കാരണം. 2011 അച്ഛന് ലഭിച്ച വോട്ട് നിലനിർത്താനായാൽ ശബരിനാഥന് ഒരുപക്ഷെ നിയമസഭയിലെത്താനാകും. പക്ഷേ BJPയും ACDFും ചോർത്തിയ വോട്ട് ഏതു പാളയത്തിൽ നിന്നാണെന്നത് ഇക്കാര്യത്തിൽ നിർണായകമാകും. അരുവിക്കരയിൽ നിന്നും സാലി മുഹമ്മദ്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. വിജയം ഉറപ്പാണെന്നും ഭൂരിപക്ഷം മാത്രമേ അറിയേണ്ടതുള്ളൂവെന്നും LDF സ്ഥാനാർത്ഥി വിജയകുമാർ പ്രതികരിച്ചു. നടക്കാനിരിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ. ചരിത്രത്തോളം എത്തിയ പോളിംഗ് നിരക്ക് വിജയപ്രതീക്ഷ നൽകുന്നതായി മുന്നണികളും സ്ഥാനാർത്ഥികളും അവകാശപ്പെടുന്നു. മണ്ഡലത്തിൽ രാവിലെ മുതൽ നിർത്താതെ പെയ്ത മഴ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്. നല്ല വിജയപ്രതീക്ഷയുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി M. വിജയകുമാർ പറഞ്ഞു. പോളിംഗും അനുകൂലമാണ്, അതും കൂടെ ആയാൽ പിന്നെ പറയണ്ടല്ലോ. ബാക്കിയെല്ലാം അനുകൂലം. തുടക്കം മുതൽ സ്ഥാനാർത്ഥി നിർണയം വെച്ചാൽ പ്രഖ്യാപനം മുതൽ ആദ്യം LDF ആണല്ലോ. പോളിംഗ് വരെ അനുകൂലമാണ്. ഇനി ബാക്കിയൊന്നും പറയേണ്ട കാര്യമില്ല, വളരെ അനുകൂലം. വിജയപ്രതീക്ഷയുടെ കാര്യത്തിൽ ശബരിനാഥനും തെല്ലും സംശയമില്ല. നമ്മളൊരു കേഡർ സ്വഭാവത്തിൽ ഇപ്രാവശ്യം UDF ഓരോ ബൂത്ത് ലെവലിലും പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നടക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടി. വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്ന് O. രാജഗോപാലും പറഞ്ഞു. കാൽക്കുലേറ്റ് ചെയ്ത് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ ശക്തമായിട്ട് പ്രബലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ 3 സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലെത്തി പോളിംഗ് വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ ആറാട്ടുമുണ്ടൻ പ്രയോഗത്തിന് AK ആന്റണിയുടെ മറുപടി. VS പഠിച്ച സ്കൂളിലല്ല താൻ പഠിച്ചതെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ താൻ പരാമർശം നടത്താറില്ലെന്നും ആന്റണി പറഞ്ഞു. VS എപ്പോഴും അങ്ങനെയാണെന്നും ആന്റണി പറഞ്ഞു. അരുവിക്കരയിൽ ശബരിനാഥ് സാമാന്യം നല്ല ഭൂരിപക്ഷം ജയിക്കും, ഒരു സംശയമില്ല. നല്ല ശുഭപ്രതീക്ഷ, തീർച്ചയാണ് ജയം, തീർച്ച, സുനിശ്ചിതം. എനിക്ക് യാതൊരു ആശങ്കയുമില്ല. ഞങ്ങൾക്ക് വോട്ടർമാരിൽ പൂർണ്ണ വിശ്വാസവും. പഠിച്ച സ്കൂൾ മാത്രമല്ല വിഷയവും പ്രശ്നമാണെന്ന് ആന്റണിക്ക് VSന്റെ മറുപടി. UPA സർക്കാരിന്റെ അഴിമതിക്ക് കുടപിടിച്ച ആളാണ് ആന്റണിയെന്നും VS പറഞ്ഞു. ബാർ കോഴക്കേസിൽ കുറ്റപത്രമില്ല. മന്ത്രി KM മാണിക്കെതിരെ കുറ്റപത്രം വേണ്ടെന്ന് വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ SP സുകേശന് നിർദ്ദേശം നൽകി. അതേസമയം കേസ് അന്വേഷണത്തിൽ സർക്കാർ ഇടപെട്ടിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായതിന് തൊട്ടുപിന്നാലെയാണ് ബാർ കോഴക്കേസിൽ കുറ്റപത്രം വേണ്ടതില്ലെന്ന വിജിലൻസ് തീരുമാനം വന്നത്. വിജിലൻസ് ഡയറക്ടർ വിൻസൻ M. പോളിന്റേതാണ് തീരുമാനം. അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കില്ലെന്നും അതുകൊണ്ട് തന്നെ കുറ്റപത്രം തയ്യാറാക്കേണ്ടതില്ലെന്നുമാണ് വിജിലൻസ് തീരുമാനം. കേസിൽ 300-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. എന്നാൽ ആരോപണം സാധൂകരിക്കുന്ന മൊഴികൾ ലഭിച്ചതിൽ വിരളമാണെന്നും വിജിലൻസ് വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി മാണിക്കെതിരെ കുറ്റപത്രം വേണ്ട എന്ന തീരുമാനത്തിലും വിജിലൻസ് എത്തിയത്. വിജിലൻസ് തീരുമാനം കോടതിയെ അറിയിക്കാനായി SP സുകേഷിന് വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകി. മുതിർന്ന അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം സ്വീകരിച്ച ശേഷമാണ് വിൻസൻ M. പോൾ തീരുമാനമെടുത്തത്. നേരത്തെ അറ്റോർണി ജനറലിൽ നിന്നും സോളിസിറ്റർ ജനറലിൽ നിന്നും കുറ്റപത്രം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിരുന്നു. എന്നാൽ അവർ നിയമോപദേശം നൽകാൻ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്നാണ് തത്തുല്യമായ നിയമോപദേശം വിജിലൻസ് സുപ്രീം കോടതിയിലെ അഭിഭാഷകരിൽ നിന്നും തേടിയത്. ബാർ കോഴയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. അതേസമയം അന്വേഷണത്തിൽ സർക്കാർ ഇടപെട്ടിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തീരുമാനത്തിനെതിരെ ആർക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേസിന്റെ ഒരു ഘട്ടത്തിലും കേരള ഗവൺമെന്റോ മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും ഇടപെട്ടിട്ടില്ല. അങ്ങനെ വിജിലൻസ് ഡയറക്ടർ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കേണ്ട ആവശ്യവുമില്ല. കോടതിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. അതിലൊന്നും തെറ്റൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാം.
സർക്കാർ ഈ കാര്യത്തിലൊന്നും ഒരു സങ്കോചവുമില്ല. എന്നാൽ രാഷ്ട്രീയപരമായ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴിപ്പെട്ടാണ് വിജിലൻസ് ഡയറക്ടർ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് ബിജു രമേശ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. NSS ആസ്ഥാനത്ത് എത്തിയ നടൻ സുരേഷ് ഗോപിയെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇറക്കിവിട്ടു. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം സുകുമാരൻ നായരെ കാണാനെത്തിയ സുരേഷ് ഗോപിയോട് തനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് സുകുമാരൻ നായർ തുറന്നു പറഞ്ഞു. അതോടെ താരം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ബജറ്റ് അവതരണ ദിവസം താങ്കൾ ഇവിടെ വരാൻ പാടില്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം ചങ്ക് തകർത്തുവെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. രാവിലെ 10:30യോടെയാണ് സുരേഷ് ഗോപി NSS ആസ്ഥാനത്ത് എത്തിയത്. കൈക്കൂലി വാങ്ങിയതിന് എറണാകുളം ADM B. രാമചന്ദ്രൻ അറസ്റ്റിലായി. പടക്ക കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൃപ്പൂണിത്തറയിൽ പടക്കക്കട നടത്തുന്ന ലിനോസ് ജോസഫ് തന്റെ പുതിയ കടയ്ക്ക് ലൈസൻസ് ലഭിക്കുന്നതിനായി നേരത്തെ ADMനെ സമീപിച്ചിരുന്നു. അന്ന് 5 ലക്ഷം രൂപ ADM B. രാമചന്ദ്രൻ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു. തുടർന്ന് കഴിഞ്ഞ ദിവസം 50,000 രൂപ രാമചന്ദ്രന് നൽകാനായി ലിനോസ് ADMന്റെ കാക്കനാട്ടെ വസതിയിലെത്തിയിരുന്നെങ്കിലും അദ്ദേഹം ആ പണം വാങ്ങിയില്ല. 2 ലക്ഷത്തിൽ കുറയാതെ 1 രൂപ വാങ്ങില്ലെന്ന് പറഞ്ഞ് ലിനോസിനെ മടക്കി അയച്ചു. തുടർന്ന് വിജിലൻസിനെ ലിനോസ് വിവരം അറിയിക്കുകയും വിജിലൻസ് നൽകിയ 1 ലക്ഷം രൂപ രാമചന്ദ്രന് ഇന്ന് രാവിലെ നൽകുകയുമായിരുന്നു. ഈ സമയം അവിടെ എത്തിയ വിജിലൻസ് SP AM ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാമചന്ദ്രനെ കൈയോടെ പിടികൂടുകയായിരുന്നു. ഇന്ന ദിവസം പൈസയായിട്ട് അയാളോട് വരാൻ പറഞ്ഞെന്ന് പരാതിക്കാരൻ പറഞ്ഞനുസരിച്ചിട്ട് ഇന്നിപ്പം നമ്മൾ പണമായിട്ട് വിജിലൻസും ഗസറ്റഡ് ഓഫീസേഴ്സും ഉണ്ട്, അവരുടെ സാക്ഷികളും, അവരുമായിട്ട് ഞങ്ങൾ 8 മണിയോടുകൂടി ഇവിടെ എത്തി. അപ്പോൾ പറഞ്ഞ പോലെ പണം വാങ്ങി അതിനുശേഷം പോയി നമ്മൾ അതിൻ്റെ നടപടിയെല്ലാം സ്വീകരിച്ചിട്ട് അറസ്റ്റ് ചെയ്തതാണ് ഒരു 8:50 മണിയോട് കൂടിയിട്ട്. ADMന്റെ ക്വാർട്ടേഴ്സ് പരിശോധിച്ച സംഘം 40,000 രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മറ്റൊരാളിൽ നിന്നും പെട്രോൾ പമ്പ് ലൈസൻസുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയതാണെന്നും വിജിലൻസ് കണ്ടെത്തി. ഇതും വിജിലൻസ് അന്വേഷിക്കും. നേരത്തെ തന്നെ ADMനെതിരെ നിരവധി പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നെങ്കിലും തെളിവ് സഹിതം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ADM രാമചന്ദ്രന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോതമംഗലത്ത് മരം ബസ്സിന് മുകളിലേക്ക് വീണ് മരിച്ച 5 കുട്ടികളിൽ 4 പേരുടെ മൃതദേഹം സംസ്കരിച്ചു. ഒരു കുട്ടിയുടെ സംസ്കാരം നാളെ നടക്കും. കൂട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ ആയിരങ്ങളാണ് കുരുന്നുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. വികാരനിർഭരമായ യാത്രാമൊഴിയാണ് കുരുന്നുകൾക്ക് നൽകിയത്. രക്ഷിതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്കൂളിലെ പൊതുദർശനം ഒഴിവാക്കിയിരുന്നു. ഓരോരുത്തരുടെയും വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപാഠികളും അധ്യാപകരും ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ കണ്ണീരിൽ കുതിർന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൃഷ്ണേന്ദുവിൻ്റെ മൃതദേഹം നെല്ലിമറ്റത്തെ വീട്ടുവളപ്പിലും, ഇസായുടെ മൃതദേഹം സീനാക്കുന്ന് പള്ളി സെമിത്തേരിയിലും, അമീൻ ജാബറിന്റെ മൃതദേഹം പിടവൂർ ജുമാ മസ്ജിദിലും സംസ്കരിച്ചു. മാരമംഗലം മാർ കാദേശ് മാർ ഗീവർഗീസ് സഹദ പള്ളി സെമിത്തേരിയിലാണ് ജൊഹാന്റെ സംസ്കാരം നടന്നത്. ഊന്നുകൽ പുന്നക്കൽ വീട്ടിൽ ഗൗരിയുടെ സംസ്കാരം വിദേശത്തുള്ള ബന്ധുക്കളെത്തിയ ശേഷം നാളെ നടക്കും. മന്ത്രി PJ ജോസഫ് അടക്കമുള്ള ജനപ്രതിനിധികൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് 4:30 നെല്ലിമറ്റത്ത് വെച്ച് വിദ്യാവികാസ് സ്കൂൾ ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണത്. അപകടത്തിൽ പരിക്കേറ്റ കുട്ടികൾ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലയിലെ മുഴുവൻ മരങ്ങളും നീക്കം ചെയ്യാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കനത്ത മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ജില്ലയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലമ്പ്രദേശത്തുള്ളവർ രാത്രി യാത്ര ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഓപ്പറേഷൻ അനന്ത പുരോഗമിക്കുമ്പോഴും നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമായിട്ടില്ല. കനത്ത മഴയിൽ തലസ്ഥാന ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. വെള്ളക്കെട്ട് മൂലം നഗരത്തിലെ പലയിടങ്ങളിലും വാഹനഗതാഗതം തടസ്സപ്പെട്ടു. തമ്പാനൂർ, കിഴക്കേക്കോട്ട റെയിൽവേ സ്റ്റേഷൻ, SS കോവിൽ റോഡ്, കരിമടം കോളനി എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി. റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളും വെള്ളത്തിനടിയിലായി. നിർത്താതെ പെയ്ത മഴ കാൽനടയാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കി. വെള്ളയമ്പലത്ത് വൈദ്യുതി ലൈൻ റോഡിലേക്ക് പൊട്ടിവീണു. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. തീരദേശ പ്രദേശങ്ങളായ ഭീമാപ്പള്ളി, വലിയതുറ എന്നിവിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. ഓപ്പറേഷൻ അനന്ത പുരോഗമിക്കുമ്പോഴും നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി. കനത്ത മഴ 2 ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഓപ്പറേഷൻ അനന്ത ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും തലസ്ഥാനത്തെ വെള്ളക്കെട്ട് അതേപടി തുടരുകയാണ്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം മെറിൻ മേരി ചാക്കോ.